ഞാനൊരു ചമ്മന്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴത്തിന്റെ തൊലി ചേർത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. പിന്നെ ഇത് പുഴുങ്ങിയ നേന്ത്രപ്പഴത്തിന്റെ തൊലി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അത് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇത് വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഞാൻ ഇതേപോലെ നന്നായി പഴുത്ത പഴം പുഴുങ്ങിയെടുത്തതിന്റെ തൊലി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ ചെറുതാക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാനും നല്ലതാണല്ലോ. പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴും ചെറിയ പീസാകുമ്പോൾ വേഗം അരഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളകും ചുവന്നുള്ളിയും കൂടിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഈ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലോണം വറക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് ഒന്ന് കളറ് മാറിയാൽ മതി. തേങ്ങന്റെ വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് തേങ്ങ വറുത്തതിന്റെ. ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഉണക്കമുളകും പഴത്തിന്റെ തൊലിയും പിന്നെ ചുവന്നുള്ളിയൊക്കെ കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പൊ ഇത് ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഈ രീതിയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അരച്ചെടുക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയും അതേപോലെ പുട്ടിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങൾ ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.